നമസ്കാരം. നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ നിന്നുമായി കാണാതാകുന്ന കുട്ടികളുടെ എണ്ണം സംബന്ധിച്ച കണക്കുകൾ ഏറെ ആശങ്കാജനകമാണ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം 2025 ജനുവരി 1 മുതൽ 2026 ജനുവരി 31 വരെ രാജ്യത്താകെ 33,577 കുട്ടികളെയാണ് കാണാതായിട്ടുള്ളത്. ഇവരിൽ 7,777 കുട്ടികളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ കാണാതാകുന്നത്. ഇവിടെ ആകെ 19,145 കുട്ടികൾ കാണാതായി. ഇതിൽ 15,465 കുട്ടികളെ കണ്ടെത്തി. 3,680 പേർ ഇപ്പോഴും എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. 4,256 കുട്ടികളെയാണ് മധ്യപ്രദേശിൽ നിന്ന് കാണാതായത്. ഇവരിൽ 3,197 കുട്ടികളെ കണ്ടെത്തി. 1,059 പേർ ഇപ്പോഴും കാണാതെയാണ്. ഇത്തരം ഒരു ആശങ്കയുണർത്തുന്ന കണക്കുകൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് ആലുവയിൽ നിന്നും 12കാരിയെ കാണാതായ വാർത്തയും നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ആ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചുവെന്നത് കേരള പോലീസിന്റെ മിടുക്കുയർത്തിക്കാട്ടുന്ന ഒരു സംഭവം കൂടിയാണ്. ആലുവയിൽ നിന്ന് കാണാതായ 12 വയസ്സുകാരിയെ 3000 കിലോമീറ്ററിലധികം പിന്തുടർന്ന് പൂനെയിൽ വെച്ചാണ് സുരക്ഷിതമായി പോലീസ് വീണ്ടെടുത്തത്. ഈ സംഭവം കേരള പോലീസിനെയും പ്രത്യേകിച്ച് സൈബർ സെല്ലിനെയും അന്വേഷണ മികവിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ്. അന്വേഷണ മികവിൽ മറ്റേത് പോലീസിനെയും കവച്ചുവെക്കുന്നവരാണ് കേരള പോലീസ് എന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു. ആലുവയിൽ 12 വയസ്സുകാരി പെൺകുട്ടിയുടെ തിരോധാനത്തിൽ കൃത്യമായി അന്വേഷണം നടത്തി പെൺകുട്ടിയെ സുരക്ഷിതയാക്കിയ പോലീസിന് എങ്ങു നിന്നും അഭിനന്ദന പ്രവാഹം എത്തുന്നുണ്ട്. ആലുവയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കിടെ കൃത്യമായി ട്രാക്ക് ചെയ്തുകൊണ്ടാണ് പോലീസ് പൊക്കിയത്. ഇൻസ്റ്റഗ്രാം ചാറ്റിൽ നിന്ന് കിട്ടിയ ഏക തെളിവ് അതുമാത്രമായിരുന്നു പോലീസിന് മുൻപിലുണ്ടായിരുന്ന വഴി. അതിൽ നിന്ന് തുടങ്ങി 3000 കിലോമീറ്ററോളം യാത്ര ചെയ്ത് പെൺകുട്ടിയെ സുരക്ഷിതമാക്കാൻ അവർക്ക് സാധിച്ചു. ആദ്യഘട്ടത്തിൽ കുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ കാസർഗോഡ് മാത്രമാണ് കാണിച്ചിരുന്നത്. എന്നാൽ കുട്ടിയുടെ ഒറ്റയ്ക്കുള്ള യാത്രയല്ലെന്ന അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക സംശയമാണ് കേസിന് വഴിത്തിരിവുണ്ടാക്കിയത്. കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം ID പരിശോധിച്ചതോടെയാണ് കൂട്ടത്തിലുള്ളത് കൊല്ലം സ്വദേശിയും ചെറായിൽ ഐസ്ക്രീം കച്ചവടക്കാരനായ അഭിജിത്താണെന്നും ഉറപ്പിച്ചത്. പിടിക്കപ്പെടാതിരിക്കാൻ യാത്രയിലുടനീളം ഇരുവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നെങ്കിലും വളരെ ചുരുങ്ങിയ നിമിഷങ്ങളിൽ ഫോൺ ഓൺ ചെയ്തപ്പോഴൊക്കെ സൈബർ സെല്ല് ലൊക്കേഷൻ കൃത്യമായി ട്രാക്ക് ചെയ്തു. 12 വയസ്സുള്ള പെൺകുട്ടി ഒറ്റയ്ക്കല്ല പോയതെന്ന് അന്വേഷണ സംഘം ആദ്യമേ മനസ്സിലാക്കിയിരുന്നു. ഈ ചിന്തയിൽ നിന്നാണ് പോലീസ് മറ്റ് സാധ്യതകളിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിച്ചത്. ചെറായിൽ ഐസ്ക്രീം വിൽപ്പന നടത്തിയിരുന്ന അഭിജിത്തുമായി ഇൻസ്റ്റാഗ്രാം വഴിയാണ് പെൺകുട്ടി പരിചയപ്പെടുന്നത്. ഇയാൾ മത്സ്യത്തൊഴിലാളിയായിരുന്നു. ട്രോളിംഗ് നിരോധനമായതുകൊണ്ടാണ് ഐസ്ക്രീം വിൽപ്പനയിലേക്ക് തിരിഞ്ഞത്. ഇരുവരും തമ്മിലുള്ള ഇൻസ്റ്റാഗ്രാം ചാറ്റുകളെക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കുട്ടിയുടെ വീട്ടുകാരും വിവരങ്ങൾ അറിഞ്ഞിരുന്നു. തുടർന്ന് വീട്ടുകാർ പെൺകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിച്ചിരുന്നെങ്കിലും ഇരുവരും രഹസ്യമായി ബന്ധം തുടർന്നു. ബസ് യാത്രക്കിടയിൽ തുടങ്ങിയ സൗഹൃദമാണ് പെൺകുട്ടിയും ഈ യുവാവുമായിട്ടുള്ള അടുപ്പത്തിലേക്ക് എത്തിയത്. ശനിയാഴ്ച പുസ്തകം വാങ്ങാനെന്ന വ്യാജേന ഇറങ്ങിയ പെൺകുട്ടി തിരികെ വരാതിരുന്നതോടെ അന്വേഷണം ഇൻസ്റ്റാഗ്രാം സന്ദേശങ്ങളിലേക്ക് നീളുകയും കേസിൽ വഴിത്തിരിവുണ്ടാകുകയുമായിരുന്നു. കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം ID സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് കുട്ടി പോയത് അഭിജിത്തിനൊപ്പമാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. പിന്നീട് അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടായിരുന്ന ഏക വഴി അഭിജിത്തിന്റെ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തുക എന്നതായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നതിനാൽ ആദ്യഘട്ടത്തിൽ ഇത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ചുരുങ്ങിയ സമയങ്ങളിൽ ഫോൺ ഓൺ ചെയ്ത നിമിഷങ്ങൾ കൃത്യമായി വിനിയോഗിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ലൊക്കേഷൻ മനസ്സിലാക്കിയായിരുന്നു. തുടർന്ന് 3000 കിലോമീറ്റർ സഞ്ചരിച്ചെത്തിയ കേരള പോലീസും റെയിൽവേ പോലീസും ചേർന്ന് പൂനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നിസാമുദ്ദീൻ എക്സ്പ്രസിലെ ജനറൽ കോച്ചിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. ആലുവ സ്ക്വാഡിന്റെ സംയോജിതമായ ഇടപെടൽ പെൺകുട്ടിയെ സുരക്ഷിതമായി വീണ്ടെടുക്കാനും സഹായിച്ചു. പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നത് ആശങ്കപ്പെടുന്ന ഒരു സംഭവമാണ്. നിലവിൽ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. നമ്മളിൽ പലരും നമ്മുടെ ചെറുപ്രായത്തിൽ ഒരുപക്ഷെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അന്നൊക്കെ അപരിചിതരെ കരുതിയിരിക്കണമെന്നൊരു മുന്നറിയിപ്പ് നമ്മുടെ വീടുകളിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും നമുക്ക് ലഭിച്ചിരുന്നു. ഇന്നത്തെ അപകടം നിറഞ്ഞ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അക്കാലത്തും ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്നെല്ലാം സുരക്ഷയൊരുക്കിയത് പ്രിയപ്പെട്ടവരുടെ ആ വാക്കുകളും മാതാപിതാക്കളെ അനുസരിക്കണമെന്ന ബോധ്യവും അവർ നൽകിയ കരുതലും എല്ലാം തന്നെയായിരുന്നു. ഇവിടെ ഒരു ബസ് യാത്രയിൽ തുടങ്ങിയ സൗഹൃദമാണ് 12കാരിയെ വീട് വിട്ടിറങ്ങുന്നതിലേക്ക് വരെ പ്രേരിപ്പിച്ചത്. മാസങ്ങൾക്ക് മുൻപ് ഇരുവരുടെയും ചാറ്റുകളെക്കുറിച്ച് വീട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിലും ഉപദേശത്തിനപ്പുറത്തേക്ക് യാതൊരു ഇടപെടലും അവർ നടത്തിയില്ല എന്നത് ഒരു വീഴ്ച തന്നെയാണെന്നും പറയാതിരിക്കാൻ കഴിയില്ല. കുട്ടികളെ കാണാതാകുമ്പോൾ കാണിക്കുന്ന വേവലാതിയും ശ്രദ്ധയും അവർ കൂടെയുള്ളപ്പോൾ നൽകാൻ രക്ഷിതാക്കൾ തയ്യാറാകണമെന്നത് കൂടിയാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. കുട്ടികളുമായി കൂടുതൽ സംസാരിക്കാനും അവർക്ക് സംസാരിക്കാനുള്ള ഇടം നൽകാനും അവരുടെ ദൈനംദിന കാര്യങ്ങൾ നിരീക്ഷിക്കാനും സമയം കണ്ടെത്തണമെന്നത് ഒരിക്കൽ കൂടി ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 2020 മുതൽ 2026 ജൂൺ വരെയുള്ള കാലയളവിൽ 68,000-ലധികം മിസ്സിംഗ് കേസുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതേസമയം കാണാതാകുന്നവരിൽ 90% മുതൽ 95% വരെ ആളുകളെ പോലീസ് അന്വേഷണത്തിലൂടെയും പൊതുജനങ്ങളുടെ സഹകരണത്തിലൂടെയും പിന്നീട് സുരക്ഷിതമായി കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്നത് വലിയ ആശ്വാസമാണ്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മിസ്സിംഗ് കേസുകളിൽ ഭൂരിഭാഗവും ചുരുങ്ങിയ ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ഉള്ളിൽ തന്നെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട്. കാണാതെ പോകുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും കേസുകളിലും 95% മുകളിലാണ് പോലീസിന്റെ വീണ്ടെടുക്കൽ നിരക്ക്. ട്രാക്ക് ചൈൽഡ് പോർട്ടലും പ്രത്യേക അന്വേഷണ സംഘങ്ങളും എല്ലാം തന്നെ ഇതിൽ നിർണായക പങ്ക് വഹിക്കാറുണ്ട്.